നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. എനിക്കുറപ്പാണ് ഇത് കാണുന്ന നല്ലൊരു ശതമാനം ആളുകളും ഒന്നുകിൽ കരുതുക ഇതേതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഏതോ കേസിൻ്റെ ഭാഗമായിട്ട് കേസ് അന്വേഷണത്തിന് വേണ്ടി പോകുന്നു, അദ്ദേഹം യൂണിഫോമിലല്ല സിവിൽ ഡ്രസ്സിലാണ് എന്നായിരിക്കും കരുതുക. നല്ല ഗെറ്റപ്പൊക്കെയുള്ള ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് നിങ്ങൾ കരുതുക. ശരി, ഇനി ഞാൻ അടുത്ത ചിത്രം കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇയാളെ മനസ്സിലായി കാണും. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ലല്ലോ ഈ രൂപം. ഒരു വർഷത്തിന് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരെയും നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു ഒരു യുവ ഡോക്ടർ വന്ദനാദാസ് എന്ന ആ യുവതിയുടെ കൊലപാതകം. ആ കൊലപാതകത്തിലെ പ്രതി സന്ദീപ് എന്ന വ്യക്തിയാണിത്. അയാളൊരു അധ്യാപകൻ കൂടിയായിരുന്നു എന്ന് ഓർക്കുക. ഇത് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള രൂപമാണ്. ഇനി വിശ്വസിക്കുക, ഞാൻ ആദ്യം കാണിച്ച അതേ ആൾ ഇയാൾ തന്നെയാണ്. വെറും ഒരു വർഷം കൊണ്ടാണ് അയാൾ ആ മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ജയിലിലെ ചിട്ടയായിട്ടുള്ള ജീവിതം, കൃത്യനിഷ്ഠ, ആഹാരക്രമം, അവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, ജോലി ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ കൊണ്ട് ജീവിതത്തിൽ വരുന്ന അടുക്കും ചിട്ടയും കൊണ്ട് അങ്ങനെ ആയി മാറിയതാവാം, അതല്ല ഇടികൊണ്ട് പഴുത്തതുമാവാം. എന്തായാലും ജയിലിൽ മുമ്പത്തെ കണക്കൊന്നുമല്ല. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും, അവിടുത്തെ സമയക്രമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, ദൈനംദിന പ്രവൃത്തികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു അടുക്കും ചിട്ടയും ഉണ്ട് എന്ന് ഈ ഒരു ചിത്രം കൊണ്ട് മാത്രമല്ല. നമുക്കറിയാം, ഗോവിന്ദച്ചാമിയുടെ ചിത്രം നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ പെരുമ്പാവൂരിലെ ജിഷ വധക്കേസിലെ അമിനുൽ ഇസ്ലാം എന്ന ആ വ്യക്തിയുടെയും കണ്ടതാണ്. ഇനി കേരളത്തിലെ മാറ്റി നിർത്തിയാൽ തന്നെ അങ്ങ് ഡൽഹിയിലെ തീഹാർ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നവൻ്റെ പോലും നമ്മൾ കണ്ടതാണ് നിർഭയ കേസിലേക്ക്. അപ്പോൾ ശരിക്കും പ്രശ്നം എവിടെയാണ്? പൊതുസമൂഹത്തിൽ സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, അവർ യാതൊരു അടുക്കും ചിട്ടയുമില്ലാതെ തോന്നിയ പോലെ ജീവിക്കുകയും തോന്നിയ ഭക്ഷണ രീതിയും തോന്നിയ ജീവിതശൈലിയുമൊക്കെ പാലിക്കുന്നതുകൊണ്ടാണോ ഒരുപക്ഷെ ആ ആൾ രൂപത്തിലും സ്വഭാവത്തിലുമൊക്കെ ക്രിമിനലായി പോകുന്നത്? ജയിലിൽ വെറും ഒരു വർഷം കിടന്നപ്പോൾ തന്നെ കൃത്യമായ ചിട്ടയോടുകൂടി തന്നെ, അല്ലെങ്കിൽ അതവിടെ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കാം. രാവിലെ എണീക്കാൻ ഒരു സമയം, ഭക്ഷണം കഴിക്കാൻ ഒരു സമയം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സമയം, വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ ഒരു സമയം, അതിനിടയ്ക്ക് ഓരോ ആഴ്ചയിലും ഇറച്ചിയും മീനും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ, കൃത്യമായ വ്യായാമങ്ങൾ, കളികൾ ഇടയ്ക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചിട്ടയോടുകൂടി ജീവിച്ചപ്പോൾ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് സൈക്കോ ലെവലിലേക്ക് പോയിരുന്ന ഒരു വ്യക്തി, മാനസിക രോഗത്തിൻ്റെ ഒരു തലത്തിലായിരുന്ന ഒരു വ്യക്തി കേവലം ഒരു വർഷം കൊണ്ട് ഈ രൂപത്തിൽ മാറ്റിയെടുക്കപ്പെട്ടു എന്ന് കാണാം. ഇനി ഇതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജയിൽ എന്നത്, ഒരു വ്യക്തി കുറ്റവാളിയായി ജയിലിൽ അടയ്ക്കപ്പെടുന്നു, അയാൾ അവിടെ നിന്ന് താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നിട്ട് ശിഷ്ടജീവിതം മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള ഒരു സംഗതിയാണ് ഈ ജയിൽ എന്ന സംഗതി കൊണ്ട്, അതായത് അറിവുള്ളവർ ഇതിനെ വിവക്ഷിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ, രാജ്യത്ത് ജയിൽ കൊണ്ട് ഇതാണോ ശരിക്കും സർക്കാരും ആ സംവിധാനവും ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലരും ഇയാളുടെ കേസിലല്ല, പലരും ചെറിയ കേസിലൊക്കെ ഒരിക്കൽ ജയിലിലായി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുന്നത് കൊടും ക്രിമിനലൊക്കെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും ഇറങ്ങി വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജയിലുകൾ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്ന കാര്യം ഒരു പഠന വിഷയമാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഈ സന്ദീപ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഗോവിന്ദച്ചാമി ആണെങ്കിലും ശരി, അമിനുൽ ഇസ്ലാം ആണെങ്കിലും ശരി, ഇനി ആലുവയിലൊരു കൊച്ചുകുട്ടിയെ കൊലപ്പെടുത്തിയ ഒരാളിപ്പോൾ ജയിലിലുണ്ട്. അയാളെ ഇനി ഭാവിയിൽ കാണിക്കപ്പെടും, ഒരുപക്ഷെ ഇതേ സമാനമായ രീതിയിലായിരിക്കും കാണുന്നത്. ഇവരൊന്നും ഈ രീതിയിൽ കാണാൻ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. അവർ ഒരുപക്ഷെ ഇവിടുത്തെ ഭരണ സംവിധാനത്തെ, ഇവിടുത്തെ ജയിലിലെ രീതികളെയൊക്കെ കുറ്റപ്പെടുത്തും. ഇവനെയൊക്കെ ബിരിയാണിയും കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത് എന്തിന്, കൊന്നുകളയാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ മനസ്സിലാക്കുക, ജയിൽ എന്നത് ഒരു വ്യക്തിയുടെ അയാൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കി കുറ്റബോധത്തോടെ തിരിച്ചു വന്നിട്ട് സമാധാനമായി എല്ലാവരെയും പോലും ജീവിക്കാനുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അത് ആ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടൂ. ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈ കോലത്തിലിരുന്നവൻ നല്ല വെൽ ഗെറ്റപ്പിൽ ഒരു വർഷം കൊണ്ട് പോലീസിൻ്റെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഈ പുറത്തേ കിട്ടുന്നേക്കാളും സുഖസൗകര്യമാണോ ജയിലിൽ കിട്ടുന്നത് എന്ന് ഏതൊരു മനുഷ്യനും തോന്നിപ്പോവും. ഇത് ചിലരെയൊക്കെ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കില്ലേ എന്ന് പോലും ഭയന്നു പോവും. എന്തായാലും സാധാരണ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയല്ല. ഇത്തരക്കാരെയൊന്നും വെച്ചു പൊറിപ്പിക്കാതെ തന്നെ എത്രയും വേഗം ശിക്ഷ വിധിച്ച് ഒന്നുകിൽ ജീവപര്യന്തം ജയിലിൽ തന്നെ ഇടുക, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക എന്ന ചിന്താഗതിക്കാരായിരിക്കും ഞാൻ ഉൾപ്പെടുന്ന ബഹുഭൂരിപക്ഷം ആളുകളും. കാരണം അത്രമേൽ ക്രൂരവും പൈശാചികമായിട്ടുള്ള കൃത്യം ചെയ്തവരാണ് ഈ പറഞ്ഞ
സന്ദീപാണെങ്കിലും ഗോവിന്ദചാമിയാണെങ്കിലും അമിനുൽ ഇസ്ലാം ആണെങ്കിലും ഇതേപോലുള്ള ആരും. അപ്പോൾ അവരെയൊന്നും സാധാരണ മനുഷ്യരെ പോലെ നല്ല വേഷത്തോടെ നല്ല രൂപത്തോടെ കാണാൻ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ഇഷ്ടപ്പെടുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.